നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി അരിതമെറ്റിക് സീക്വൻസ് 1, 6, 11 എക്സെട്ര. 1, 6, 11 എക്സെട്ര എന്ന് ഇങ്ങനെ പോകുന്ന അരിതമെറ്റിക് സീക്വൻസില് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തത് വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്. ഇങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാം. ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 6 minus 1. 6 minus 1 equal to 5 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി കോമൺ ഡിഫറൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. Then second question, what is its 18th term? 18th term കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല x18 അല്ലെങ്കിൽ a18 അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. x18 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? x18 equal to x1 plus 17 into b. 17 into 17 into 6. It is equal to x1. x1 എന്നുള്ളത് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ആണ്. 1 ആണ്. 1 plus 17 into കോമൺ ഡിഫറൻസ് 5. അല്ലേ? 1 plus 17 into 5. It is equal to 1 plus the 17 into 5 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? 17 into 5. 7 into 5, 35 to 5, rebalance. 1 into 5, 5. 5 plus 3, 8. 85. 1 plus 85 equal to 86. And the third question, see. Third question എന്താണ്? What is its algebraic form? Algebraic form എന്ന് പറഞ്ഞത് xn ആണ്. xn എങ്ങനെ നമ്മൾ എഴുതുക? xn equal to x1 plus n minus 1 into x1 plus n minus 1 into c. So relation എങ്ങനെ വരും? xn equal to x1. x1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേം 1. ജനറൽ ടേമില് n എന്ന് പറഞ്ഞത് n തന്നെയാണ്. ആൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് n എന്ന് പറഞ്ഞത് വേരിയബിൾ ആയിട്ട് n ആയിട്ട് നിന്നു. n minus 1 into d. d എന്ന് പറഞ്ഞത് കോമൺ ഡിഫറൻസ് ആണ്. into 5. Into 5. It is equal to 1 plus ഈ 5-നെ n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 into n 5n. 5 into n 5n. പിന്നെ ഈ 5-നെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 into -1 -5. അപ്പോൾ വേരിയബിൾ ആണ് നമ്മൾ ആദ്യം ചെയ്തത്. xn ഈക്വൽ ടു എങ്ങനെ എഴുതും? xn ഈക്വൽ ടു 5n. 5 into n എന്ന് പറഞ്ഞാൽ 5n വേരിയബിൾ ഉള്ള ടൈം. 1 minus 5. 1 minus 5 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? 5-ന്ന് 1 മൈനസ് ചെയ്യും. അപ്പോൾ 4 കിട്ടും. അതിന് വലുതിന്റെ സൈൻ ചെയ്തു. വലുതിന്റെ സൈൻ ഇവിടെ നെഗറ്റീവ് ആണ്. വലിയ നമ്പറിന്റെ സൈന് നെഗറ്റീവ് ആയതുകൊണ്ട് -4. അപ്പൊ ഇതിലെ ആൽജിബ്രിക് ഫോം xn ഈക്വൽ ടു 5n minus 4. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ. The algebraic form of an arithmetic sequence is xn plus 2. അപ്പോൾ ആൽജിബ്രിക് ഫോമിനെ നമ്മൾ ഏതാണ് ഇങ്ങനെ xn ആയത്. xn equal to 3n plus 2. 3n plus 2. ഇതാണ് ആൽജിബ്രിക് ഫോം. ആൽജിബ്രിക് ഫോം എന്ന് പറയുമ്പോൾ xn. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റില് xn എന്താണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റിൽ xn തന്നിട്ടുണ്ട്. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. നമുക്ക് ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ 2 ടേംസ് കണ്ടാൽ മതി, x1ഉം x2ഉം. അപ്പൊ എന്താ x1 എന്ന് പറഞ്ഞത്? x1 എന്ന് പറഞ്ഞത് n-ന് പകരമായിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
അപ്പൊ 3n plus 2 എന്നുള്ളത് 3 into 1, 3 into 1 എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് 2, 3n plus 2. This is equal to 3 into 1, 3 plus 2. 3 plus 2 equal to 5. x1 എന്ന് പറഞ്ഞത് 5 ആയിട്ട്. x2 എന്ന് പറഞ്ഞാല് xnല് x2 എന്ന് പറയുമ്പോൾ n-ന് പകരമായിട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ n-ന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3n എന്ന് പറയുന്നത് എന്താ വരിക? 3 into 2, 3 into 2 plus 2, 3 into 2 plus 2. 3 into 2 എന്ന് പറഞ്ഞത് 6 ആണ്. 6 plus 2, 6 plus 2, 6 plus 2 എന്ന് പറഞ്ഞാൽ എന്താ? Equal to 8. Equal to 8. അപ്പൊ ഇതിലെ കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? d equal to second term minus first term. ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ ഡിഫറൻസ്. ഫസ്റ്റ് നമ്മുടെ x2 minus x1 ഓട് അറിയാവുന്നതുകൊണ്ട് x2 minus x1. x2 minus x1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 8 minus 5. 8 minus 5 എന്ന് പറഞ്ഞാൽ എന്താ? Equal to 3. 8 minus 5 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറഞ്ഞത്? n-ന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ വരുന്നത് അതായിരിക്കും ഇവിടുത്തെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി അതിൽ വാട്ട് ഈസ് ഇറ്റ് ഫസ്റ്റ് ടേം ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ പാർട്ട് എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് x1. x1 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 5 ആണ്. x1 5 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? What is the remainder when each term of this sequence is divided by 3? ഇതിലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയത് x1 5 ആണ് അല്ലേ? 5-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈംസ് പോകും. 1 into 3, 3 സബ്സ്ട്രാക്ട് ചെയ്താൽ 2 എന്ന് വരും. റിമൈൻഡർ കിട്ടും അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്താണോ റിമൈൻഡർ വരുന്നത് അത് തന്നെ ആയിരിക്കും എല്ലാ ടേംസിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരിക. അപ്പോൾ വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതിന്റെ ആൻസർ എന്താ വരിക? ദ റിമൈൻഡർ ഈസ് 2 എന്ന് പറഞ്ഞതാണ്. 3 കൊണ്ട് ഏത് ടേമിനെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th question. The algebraic form of an arithmetic sequence 5n plus 1. What is its common difference? First question. So xn already തന്നിട്ടുണ്ട്. Arithmetic sequence in the algebraic form, general form, nth term എന്നൊക്കെ പറഞ്ഞത് xn ആണ്. xn equal to എന്താണ്? 5n plus 3. 5n plus 3 ആണ് ജനറൽ ടേം അല്ലെങ്കിൽ ആൾജിബ്രിക് സീക്വൻസ്. ഇതിന്റെ എന്താണ്? ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞു. അതിൽ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമുക്ക് x1 കാൽക്കുലേറ്റ് ചെയ്യാം. x1 എന്ന് പറയുമ്പോൾ എന്തായാലും മീനിങ് n എവിടേക്ക് ഉണ്ടോ അവിടേക്ക് എന്ത് ചെയ്യണം? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് x1 എന്ന് പറഞ്ഞത്. അപ്പൊ n കാണുന്നിടത്തൊക്കെ 1 കൊടുത്താൽ 5n എന്തായി മാറും? 5 into 1 plus 3. 5 into 1 plus 3 എന്ന് പറഞ്ഞാൽ 5 into 1 5 plus 3. 5 plus 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? Equal to 8 അല്ലേ? 5 plus 3 equal to 8. ഈ സെക്കൻഡ് ടേം x2. എന്താ x2 എന്ന് പറയുന്നത്? n എവിടേക്ക് ഉണ്ടോ അവിടേക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 5n plus 3 എന്നുള്ളത് എന്തായി മാറും? 5 into 2 plus 3. 5 into 2 plus 3. 5 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 into 2 എന്ന് പറഞ്ഞാൽ 10. 10 plus 3. 10 plus 3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10നോട് 3 ആഡ് ചെയ്താൽ 13. അപ്പൊ എങ്ങനെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? d equal to x2
2 minus x1. Second term minus first term. Second term minus first term എന്ന് പറയുമ്പോൾ 13 minus 8. 13നോട് എത്ര ആഡ് ചെയ്താലാണ് 8 കിട്ടുക നോക്കിയാൽ മതി. 8നോട് കൂടി അല്ല സോറി 8നോട് കൂടി എത്ര ആഡ് ചെയ്താലാണ് 13 വരാൻ നോക്കിയാൽ മതി. 8നോട് കൂടി 2 ആഡ് ചെയ്താൽ ഓൾറെഡി എന്തായി 10 ആയി. 13 ആവണമെങ്കിൽ 3 കൂടെ ആഡ് ചെയ്യും. 2 3 കൂടെ ആഡ് ചെയ്താൽ 5 എന്ന് പറഞ്ഞാൽ 13 മൈനസ് 8 എന്ന് പറഞ്ഞത് -5. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഫൈൻഡ് ഔട്ട് പെട്ടെന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എന്നിന്റെ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും എന്ത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അതിനെ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്താലും കിട്ടുക. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, വാട്ട് ഈസ് ഇറ്റ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് x1 ആണ്. x1 എന്ന് പറഞ്ഞത് എന്താ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 8 ആണ് അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ സി പാർട്ട് എന്താണ്, സി വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 5. അല്ലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയത് 8 ആണ് അല്ലെ. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ റിമൈൻഡർ വരുന്നത്, സെയിം റിമൈൻഡർ തന്നെ ആയിരിക്കും ഏതൊരു ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരിക. അപ്പൊ 8ല് 5 1 ടൈംസ് പോകും. 1 into 5 5. 8 നിന്ന് 5 മൈനസ് ചെയ്താൽ 3 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ടേമിനെയും ഈ സീക്വൻസിൽ ഏതൊരു ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ഈക്വൽ ടു എന്തായിരിക്കും, 3 തന്നെ ആയിരിക്കും. ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആൾജിബ്രിക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 4n minus 1. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമുക്ക് തന്ന കാര്യം xn ഈക്വൽ ടു xn എന്ന് പറഞ്ഞത് എന്താ 4n minus 1. 4n minus 1 xn. അപ്പൊ അതിൽ നിന്ന് x1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ x1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, n എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 1 എന്ന് കൊടുക്കണം. അപ്പൊ n ഉള്ളോട്ട് 1 കൊടുത്താൽ 4n എന്ന് പറഞ്ഞാൽ 4 into n ആണ്. അപ്പൊ 4 into 1 മൾട്ടിപ്ലിക്കേഷൻ ആണ്, അവിടെ സൈൻ ഒന്നും എഴുതാതിട്ട് കാണിച്ചത്. 4 into 1 minus 1. 4 into 1 എന്ന് പറയുമ്പോൾ എന്താ 4 minus 1. 4 minus 1 എന്ന് പറഞ്ഞാൽ 3. 4 minus 1 3. x2 എന്ന് പറഞ്ഞാൽ എന്താ, എന്നിനെ 2h റീപ്ലേസ് ചെയ്യണം. അപ്പൊ 4n minus 1 എന്നുള്ളത് 4 into 2 minus 1. 4 into 2 minus 1. അപ്പൊ 4 into 2 എന്ന് പറഞ്ഞത് എന്താ 8 ആണ്. 8 നമ്മൾ 1 മൈനസ് ചെയ്താൽ 7 വരും അല്ലെ. 8 minus 1 എന്ന് പറഞ്ഞാൽ 7. ഈ കോമൺ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. d ഈക്വൽ ടു d എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം x2 മൈനസ് x1. x2 മൈനസ് x1 ഈക്വൽ ടു എന്താ 7 മൈനസ് 3. 7 3 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 4 ആണ്. അപ്പൊ പെട്ടെന്ന് നോക്കിയിട്ട് എങ്ങനെ ആൻസർ പറയാം, എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താണോ ആ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്തായിട്ട് വരിക, കോമൺ ഡിഫറൻസ് ആയിട്ട് വരും. അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. x1 ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി. x1 എന്താ കിട്ടിയത് 3 എന്നാണ് അല്ലേ. ഇനി സി എന്നുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പ്ലസ് ആയിരുന്നു അല്ലെ, ഇപ്പൊ ഇവിടെ മൈനസ് ആവുന്നില്ല അല്ലെ. 4n minus 1 എന്നാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4. ഇതിലെ 3നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, 3ല് 4 0 ടൈംസ് ആണ്. 0 into 4 0. 3ന്ന് 0 മൈനസ് ചെയ്താൽ 3 അല്ലേ. പിന്നല്ലേ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് ടൈമിന് ഡിവൈഡ് ചെയ്താലും മതി.
സെക്കൻഡ് ടൈം ഇപ്പൊ നമുക്ക് കിട്ടിയത് 7 ആണ്. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7ല് 4 1 ടൈം 1 into 4 4. 7ന് 4 മൈനസ് ചെയ്താൽ 3. ക്ലിയർ ആണല്ലോ. അപ്പൊ ഏത് ടൈമിനെ ഡിവൈഡ് ചെയ്താലും സെയിം റിമൈൻഡർ തന്നെ വരിക. 4 കൊണ്ട് ഏത് ടൈമിനെ ഡിവൈഡ് ചെയ്താലും 4 എന്നല്ല ഏത് സംഖ്യ എടുത്താലും റിമൈൻഡർ ആയിട്ട് വരുന്ന സംഖ്യകളൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഒരെണ്ണത്തിന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഒരു ടേമിനെ വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് ആൻസർ ആയിട്ട് എന്താ വരിക? 3 ആണ് റിമൈൻഡർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ. ഇവിടെയും എന്താ അറിയാം, നമുക്ക് ആൾജിബ്രിക് ഫോം അറിയാം. ആൾജിബ്രിക് ഫോം തന്നിട്ട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്. അപ്പൊ ആൾജിബ്രിക് ഫോമിനെ നമ്മൾ എഴുതൽ xn ആണ്. xn ഈക്വൽ ടു 2n മൈനസ് 1. xn ആണ് 2n മൈനസ്. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ടേമുമാണ്. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള x1 ഉം x2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. x എന്നുള്ളത് 2 into 1 മൈനസ് 1. 2 into 1 മൈനസ് 1. 2 into 1 എന്ന് പറഞ്ഞാൽ 2. 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 എന്ന് വരും. നെക്സ്റ്റ് ടേം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്ത ടേം x2 ആണ് അല്ലെ. x2 എന്ന് പറഞ്ഞത് 2n മൈനസ് 1 എന്തായിരിക്കും? 2 into 2 മൈനസ് 1. 2 into 2 എന്ന് പറഞ്ഞാൽ 4. 4 മൈനസ് 1. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 3. 4 മൈനസ് 1 3. അപ്പൊ നമുക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു x2 മൈനസ് x1. x2 മൈനസ് x1 എന്നുള്ളത് എന്തായിരിക്കും ആൻസർ? 3 മൈനസ് 1. 3 മൈനസ് 1. 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 2. അത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞത്? എന്നിന്റെ കോഎഫിഷ്യന്റിന് ഈക്വൽ ആയിരിക്കും. ഡയറക്റ്റ് ചെയ്താലും ഈ ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? x1 ഈക്വൽ ടു 1. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉണ്ടാവുന്ന റിമൈൻഡർ നമുക്കൊരു സെക്കൻഡ് ടൈമിനെ ഡിവൈഡ് ചെയ്യാം. ഏത് ടൈം വേണമെങ്കിലും എടുക്കാമല്ലോ. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈംസ് പോകും. 1 into 2 2 മൈനസ് ചെയ്താൽ 1. അപ്പൊ ഇവിടെ കിട്ടുന്നതാണ് റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ എത്ര വരുന്നത്? റിമൈൻഡർ ഈസ് 1. ക്ലിയർ ആണല്ലോ. ഈ അടുത്ത 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു